പഴത്തൊലി നേരിട്ട് ചെടികൾക്ക് ഇടുന്നതിനേക്കാൾ ഫെർമെൻറ്റ് ചെയ്യുക, അതായത് പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് നേരിട്ട് മണ്ണിലിട്ടാൽ അവ മണ്ണുമായി ലയിച്ച് ചെടിക്ക് വലിച്ചെടുക്കാൻ മാസങ്ങളെടുത്തേക്കാം. ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ സൂക്ഷ്മാണുക്കൾ ഈ പോഷകങ്ങളെ ലളിതമായ രൂപത്തിലേക്ക് മാറ്റുന്നതിനാൽ ചെടികൾക്ക് ഇത് വേഗത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ പഴത്തൊലി നേരിട്ട് ചെടിച്ചട്ടിയിലിട്ടാൽ അത് ചീഞ്ഞു തുടങ്ങുമ്പോൾ ഈച്ചകൾ, ഉറുമ്പുകൾ, മറ്റ് കീടങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദ്രാവക രൂപത്തിൽ ഫെർമെൻറ്റ് ചെയ്തൊഴിക്കുമ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാം. ഫെർമെൻറ്റേഷൻ പ്രക്രിയയിലൂടെ ഗുണകരമായ ബാക്ടീരിയകളും ഫംഗസുകളും വർദ്ധിക്കുന്നു. ഇത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പല ചെടികളും, പ്രത്യേകിച്ച് റോസ് പോലുള്ള പൂച്ചെടികൾ, നേരിയ ആസിഡിറ്റിയുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്നവയാണ്. പഴത്തൊലി ഫെർമെൻറ്റ് ചെയ്ത വെള്ളം ഒഴിക്കുന്നത് മണ്ണിൻ്റെ pH നില ക്രമീകരിക്കാൻ സഹായിക്കും. ഇനി എങ്ങനെയാണ് പഴത്തൊലി വളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുപ്പിയിലോ ബക്കറ്റിലോ ഇടുക. അതിൽ തൊലി മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഞാനിതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയായാലും മതി ചേർത്താൽ ഫെർമെൻറ്റേഷൻ വേഗത്തിലാവും. നമുക്കറിയാമല്ലോ, പുളിപ്പിക്കാൻ വയ്ക്കുന്നതല്ലേ. 3 മുതൽ 5 ദിവസം വരെ അടച്ചു വയ്ക്കുക. ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ ലായനി അരിച്ചെടുത്ത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പൂവിടുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് മികച്ചൊരു ജൈവവളമാണ്.